അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിൻ്റെ ഗവർണറായി നിയോഗിച്ച സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ യാത്രയാക്കുന്ന സമയത്ത് മുആദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ്, നബിയെ, ഒരു പ്രദേശത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് എന്നെ യാത്രയാക്കുകയാണല്ലോ, അതുകൊണ്ട് ഔസിനി, എനിക്കൊരു ഉപദേശം നൽകിയാലും. യമൻ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഗവർണറായിട്ട് നിയോഗിച്ചിരിക്കുകയാണ് മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ. യാത്രയാക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുആദ് റളിയല്ലാഹു തആല അൻഹു ആവശ്യപ്പെടുന്നത് ഔസിനി, എനിക്കൊരു ഉപദേശം നൽകിയാലും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം, യാ മുആദ് റളിയല്ലാഹു അൻഹു അലൈക ബിഹിഫ്ളി ലിസാനിക, ഓ മുആദ്, നീ നിൻ്റെ നാവിനെ സൂക്ഷിക്കണം കേട്ടോ. ഓർക്കണം, നമ്മൾ ഒരു പ്രദേശത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ടാണ് മുആദ് റളിയല്ലാഹു തആല യാത്രയാക്കുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന ഉപദേശമാണ് അലൈക ബിഹിഫ്ളി ലിസാനിക, നിൻ്റെ നാവിനെ നീ സൂക്ഷിക്കണം കേട്ടോ എന്ന്. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം കഅന്നഹു തഹാവന ബിഹി, അതൊരു നിസ്സാരമായ ഉപദേശമായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ്, നബിയെ, എനിക്ക് നല്ലൊരു ഉപദേശം നൽകിയാലും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിവർണമായി. എന്നിട്ട് പറയുകയാണ്, യാ മുആദ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മുആദേ, നീ എന്ത് മനസ്സിലാക്കുന്നു? ഹൽ യുകിബ്ബുന്നാസ ഫീ നാരി ജഹന്നമ ഇല്ല ഹസായിദു അൽസിനത്തുഹും, എത്രയോ ആളുകളെയാണ് നാവ് നരകത്തിലേക്ക് എത്തിച്ചേക്കുന്നത്, അത് നിനക്കറിയില്ലേ? ഒരു പ്രദേശത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നീ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നീ ശ്രദ്ധിക്കേണ്ടത് നിൻ്റെ നാവിനെയാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യനെതിരെ അമ്പ് പ്രയോഗിക്കുന്നതിനേക്കാളും ഞാൻ ഭയക്കുന്നത് നാവ് പ്രയോഗിക്കുന്നതിനെയാണ്. എന്തുകൊണ്ട്? അമ്പ് പ്രയോഗിച്ചാൽ അമ്പ് ഒരു പക്ഷേ ആ മനുഷ്യനിൽ ഉപദ്രവം ഏൽപ്പിക്കാതിരുന്നേക്കാം. കൃത്യമായ ഉന്നമുണ്ടെങ്കിൽ മാത്രമാണ് അമ്പ് ആ മനുഷ്യനിലേക്ക് എത്തുകയുള്ളൂ. ഖദ് യുഖ്തിഉ, അമ്പ് തെറ്റിപ്പോയേക്കാം. പക്ഷെ നാവിൻ്റെ പ്രയോഗം ഒരിക്കലും തെറ്റിപ്പോകില്ല. കൃത്യമായി ആ മനുഷ്യനിൽ തന്നെ അത് പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. ബഹുമാനികളെ, നാവിനെ സൂക്ഷിക്കുന്നത് അത് എല്ലാ മേഖലയിലും നമുക്ക് വിജയവും നമുക്ക് സമാധാനവും നേടിത്തരുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല അടിമകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു എല്ലാ മേഖലയിലും ഉന്നതമായ വിജയം നസീബാക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.